ഹലോ ഗുഡൻ ടാഗ് ഇഷ്പിൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് സാർബ്രുക്കൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. സാർബ്രുക്കൻ സാർലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ്. സോ നാളെ തൊട്ട് ഇവിടെ നോമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനും കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. മക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ശ്രീലങ്കൻ ഷോപ്പിൻ്റെ മുന്നിലാണ്. സോ നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയുള്ളത്. ഇവിടെ പഴമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതിൻ്റെ വലുതാണോ? ഹലോ, ഷോപ്പിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആർ നോട്ട് അലൗഡ്. സോ അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ലൈക്ക് ഇന്ത്യൻ ഷോപ്പിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ തന്നെയാണ്, മസാലകളും അതും ഇതൊക്കെ. അതല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ സാർബ്രുക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാർബ്രുക്കൻ കിടക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്, ഭയങ്കര സൗത്ത് ഈസ്റ്റ് ബോർഡറിലാണ് കിടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആഫ്റ്റർ ദിസ് ഇറ്റ്സ് ഫ്രാൻസ്. പണ്ട് കാലത്ത്, അതായത് 20-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ഭാഗമൊക്കെ ഫ്രാൻസ് ആയിരുന്നു ഈ ഭാഗങ്ങളൊക്കെ. പിന്നെ വേൾഡ് വാർ 2 കഴിഞ്ഞപ്പോഴാണ് ജർമ്മനിയുടെ ഭാഗമായിട്ട് മാറിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പണ്ടത്തെ ഫ്രാൻസാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. സാർലാൻഡാണ് സിറ്റിയുടെ പേര്, സാർബ്രുക്കൻ എന്നാണ് ക്യാപിറ്റൽ. അപ്പോൾ അതാണ് ഇവിടെ ഈ സിറ്റി. നമ്മൾ കുറച്ച് ശ്രീലങ്കൻ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, ഫുള്ള് കിട്ടിയില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനി കുറച്ച് മീറ്റ് മേടിക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ചൂസ് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗാണ്, ചെറിയൊരു സിറ്റി. ഇവിടെ അങ്ങനെ വലിയ കാണാൻ മാത്രം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നോർമൽ ജർമ്മനിയിലൊരു സിറ്റി പോലെ തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ സ്ട്രീറ്റ്സൊക്കെ പോലെ തന്നെയാണ്. ലൈക്ക് ഇന്ന് പിന്നെ അത്ര തിരക്കില്ല എന്ന് തോന്നുന്നു. ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ ഫ്രിസോയർ, അതായത് ബാർബർ ഷോപ്സും പിന്നെ ഈ നെയിൽസിൻ്റെ പരിപാടികളും, കൂടുതലും കെയറാണ്, ബോഡി കെയറിൻ്റെ പരിപാടികളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ഒരുവിധം എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ജർമ്മനിയിൽ. ഇങ്ങനെ ഒരു സെൻറ്റർ എല്ലാ സിറ്റിയിലും ഉണ്ടാവും. ഇതേപോലത്തെ ഒരു സെൻറ്റർ, അതായത് എവിടെ നിന്ന് നോക്കിയാലും ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻറ്റർ ഉണ്ടോ. ഇതെല്ലായിടത്തും ജർമ്മനിയിലും യൂറോപ്പിലും ഒരുവിധം എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ സ്റ്റാച്യു, ഇതേപോലെ സിമ്പിൾ വാട്ടർഫോൾ. അപ്പോൾ ഇതാ കാലാവസ്ഥ ഭയങ്കര ശോകമാണ്, ഭയങ്കര എന്താ പറയുക, മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ബട്ട് ഈവൻ ദോ സ്റ്റിൽ പീപ്പിൾ ആർ ദർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെൻറ്റർ. ലൈക്ക് ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ ഇതാ ഇവിടെ കാണുന്ന സ്ഥലത്താണ് പരിപാടികളൊക്കെ നടത്തുക. സോ ലൈക്ക് ഇവിടെ ആയിരിക്കും നിറച്ച ആൾക്കാരും, ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മ്യൂസിക്കൽ പരിപാടികളൊക്കെ ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രാവശ്യം വരാം. ഇവിടെ ഉണ്ടോ പിള്ളേർക്ക് കളിക്കാൻ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിള്ളേർക്ക് മാത്രമല്ല, വലിയവർക്ക് കളിക്കാനുള്ള പരിപാടിയുണ്ട്. ടേബിൾ ടെന്നീസൊക്കെ കളിക്കുന്നുണ്ട് ആൾക്കാർ. അതാണ് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കാണ്. വേറൊരു മെയിൻ കാര്യം, വേറൊരു ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടി ഓഫ് സാർബ്രുക്കൻ സിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വാട്ടർ ഏരിയ ആണ്. സോ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു വാട്ടർ ഫ്രണ്ട്, ലൈക്ക് ഇതൊരു കനാലാണ്. അതുകൊണ്ട് ഇതാണ് ബ്രിഡ്ജ്, ആൾക്കാർ നടന്നു വരുന്നു. ഇതൊക്കെ എൻ്റെ കുറേ വീഡിയോകളിൽ ഇതേപോലത്തെ സ്ഥലങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം ഡിഫറെൻറ്റ് എന്താ പറയുക പ്ലേസസ് ആണ്. ഇതേപോലത്തെ തന്നെ വേറെയും കുറേ പ്ലേസുകൾ ജർമ്മനിയിലുണ്ട്. സോ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ബ്യൂട്ടിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് അടുത്ത ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഒരു 5 minutes റെസ്റ്റിംഗ് ആണ്.
അങ്ങനെ നമ്മൾ ഫൈനലി ടർക്കിഷ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് മീറ്റ് വാങ്ങാനായിട്ട്. സോ ഇവിടുന്ന് മീറ്റ് വാങ്ങിയിട്ട്